ഇവിടെ ഒരുത്തൻ ആ ഏരിയയിലുള്ളവരെ തന്നെ വെറുതെ വിടാതെ വെറുപ്പിക്കുന്നതാണ് ഇവന്റെ പണി. വെറുതെ നിൽക്കുന്ന നായിയെ കുരച്ചു പേടിപ്പിക്കുക, പിച്ചക്കാരന്റെ ക്യാഷ് വലിച്ചെറിയുക, ഗാർഡനിൽ കയറി പൂക്കൾ ചവിട്ടിയരക്കുക, ഇതൊക്കെയാണ് ആശാന്റെ ഹോബി. മൊത്തത്തിൽ പറഞ്ഞാൽ ആ നാട്ടിലെ ഒരു പൊതു ശല്യമാണ് ആള്. ഇവൻ വരുന്നത് കണ്ടാൽ തന്നെ ആ സ്കൂളിലുള്ള ടീച്ചർ തന്നെ ഓടിപ്പോയി അലാറടിച്ച് ബാക്കിയുള്ള പിള്ളേരെ അലേർട്ട് ചെയ്യും. കാരണം ആ ഫുൾ ഏരിയ തന്നെ അവന്റെ അച്ഛന്റെയാണ്, ആ സ്കൂൾ തന്നെ അവരുടേതാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ടീച്ചേഴ്സിന് പോലും ഇവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ദിവസം ഇവന് എപ്പോഴത്തെയും പോലെ ടീച്ചേഴ്സിന് പോലും വില കൊടുക്കാതെ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. അപ്പൊ ഒരു കാലില്ലാത്ത ഒരു പയ്യൻ ആ സ്കൂളിലേക്ക് പുതിയതായി വന്നു. അവനെ കണ്ടത് ഇവനക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എപ്പോഴും ഒരേ ആൾക്കാരെ തന്നെ ബുള്ളി ചെയ്ത് അവൻക്കും ബോറടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുതിയതായി വന്ന ആ പയ്യനെയും ഫുഡ് കഴിക്കാൻ സമ്മതിക്കാതെ എന്തൊക്കെയോ പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കലാണ് പതിവ്. എന്നാൽ ആ പുതിയതായി വന്നവനും ഇവൻ ആരാണെന്ന് പോലും അറിയാതെ തിരിച്ച് ദേഷ്യപ്പെട്ടു. അത് കണ്ട് ആ സ്കൂളിലുള്ള എല്ലാവർക്കും അത്ഭുതം തോന്നി. ഇപ്പൊ ഇത്രയും കാലമായി എല്ലാവരെയും പേടിപ്പിച്ചു വെച്ചിരുന്ന ഇവൻക്കും എല്ലാവരുടെ മുമ്പിലും വെച്ച് ഇവൻ അപമാനിച്ചു എന്ന് പറഞ്ഞ് നല്ല ഇടി കൊടുത്തു. അടുത്ത ദിവസം ഇവൻ അവന്റെ മുത്തശ്ശിയെയും കൊണ്ട് അവന്റെ വീട്ടിലേക്ക് തന്നെ വന്നു. ഇവനെ എന്തിനാണ് ഇടിച്ചതെന്ന് ചോദിച്ചു. ഇവൻ ആ മുത്തശ്ശിയോട് തന്നെ മര്യാദയില്ലാതെ ഇൻസൾട്ട് ചെയ്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ദേഷ്യം വന്ന അവളും ഇവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. അവർ അങ്ങനെ ചെയ്തതും ആ സ്ഥലം തന്നെ പെട്ടെന്ന് ഇരുട്ടായി മാറി. നല്ല ശക്തിയിൽ കാറ്റടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവനും പേടിച്ചു പോയി. ഡോറ് തന്നെ അടിച്ച് വീട്ടിലേക്ക് കയറി ഓടിപ്പോയി. അടുത്ത ദിവസം രാവിലെ എണീച്ചു നോക്കിയാൽ ആളെ തന്നെ മനസ്സിലാകാത്തതുപോലെ ചെറിയ ഒരു പയ്യനായി മാറിയിട്ടുണ്ട്.